കാക്കനാട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടത്തിയ കേസിൽ 9 പേർ പിടിയിലായി. 13.5 ഗ്രാം MDMA കൂടി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നും പോലീസ് ഭാഷ്യം. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഇതൊരു കൊച്ചിയിലൊരു സ്ഥിര സംഭവം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം പല സ്ഥലങ്ങളിലും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട്, അത് പിടികൂടുന്നുണ്ട്. ഇതിപ്പോൾ കാക്കനാട് 24 വയസ്സിന് താഴെയുള്ളതാണ് ഈ പിള്ളേരെല്ലാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഈ യൂത്ത് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഏതാണ്ട് 13.5 ഗ്രാം ലഹരി വസ്തു MDMA ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. രാത്രി 12 മണി മുതൽ പുലർച്ചെ 4 മണി വരെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത് പിടിച്ചെടുത്തത്. 9 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരും തന്നെ 22, 23, 24 വയസ്സ് പ്രായമുള്ളവരാണ്. വീക്കെൻഡ് ആയിരുന്നു, പിള്ളേരൊന്ന് ചില്ല് ചെയ്യാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. 9 പേരുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഉള്ള കുട്ടികളാണ്. 24 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, 22, 23, 24, 18 വയസ്സൊക്കെയാണുള്ളത്. വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് ഇവർ. പോലീസ് എന്തായാലും കേസുമായി മുന്നോട്ട് പോവുകയാണ്. MDMA ആണ് ഉപയോഗിച്ചത്. ലഹരി പാർട്ടിയായിരുന്നു വിഷയം. താങ്ക് യു ശ്രീകാന്ത്. കൊച്ചി നഗരത്തിലെ മാത്രമല്ല കേരളത്തിലെ മെട്രോ നഗരങ്ങളിൽ പലയിടത്തും ഇങ്ങനെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നുവെന്ന് നമുക്കറിയാം. വളരെ കർക്കശമായ ശിക്ഷ. കാര്യം ചെറിയ പ്രായത്തിലെ തന്നെ MDMA പോലെയുള്ള മാരക ലഹരിക്ക് അടിമയാകുന്ന കുട്ടികൾ, അത് സത്യം മാതാപിതാക്കൾ പോലും അറിയാതെ കൂട്ടുകാരെയൊക്കെ കാണുന്നുവെന്ന പേര് പറഞ്ഞ് ഈ കുട്ടികൾ ദിവസങ്ങളോളം അപ്രത്യക്ഷമാകും, ഈ ലഹരി പാർട്ടികളിൽ ചെന്നപ്പെടും. അപ്പോൾ ഒരിക്കലും ഈ പോലീസിൻ്റെ വലയിലായിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് ഒരിക്കൽ എന്തായാലും പിടിക്കപ്പെട്ടു, കേസായി, ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ളതെന്ന് കരുതി ആ വഴിക്ക് പോകും. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ കൊച്ചി പോലെയുള്ള നഗരങ്ങളിലെ ഏറ്റവും വലിയ അധോലോക ഭീഷണിയും ഈ ലഹരി കാര്യത്തിലാണ്. MDMA വിതരണം ചെയ്യാൻ പെൺകുട്ടികളെ പോലും ഉപയോഗിക്കാൻ ഈ മാഫിയ സംഘങ്ങൾ തയ്യാറാണ്. ഒരുപക്ഷെ ഈ വയനാടിൻ്റെ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ലഹരിയിലേക്ക് തന്നെയാണ്. നമ്മുടെ യുവതലമുറയെ ഈ അപകടത്തിൽ നിന്ന്, ഈ മാരക വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷിച്ചേ പറ്റൂ.